പ്രതിമാസം 10,000 രൂപ നിക്ഷേപിച്ചുകൊണ്ട് 1 കോടി കോർപ്പസ് ഉണ്ടാക്കുക എന്ന് പറയുന്നത് ഇന്ത്യയിലെ വളരെ കോമൺ ആയിട്ടുള്ള ഒരു ഫിനാൻഷ്യൽ ഗോളാണ്. കൂടുതൽ ആൾക്കാരും ഫോക്കസ് ചെയ്യുന്ന ഒരു ഫിനാൻഷ്യൽ ഗോളാണ്. ഇതിനായിട്ട് SIP മ്യൂച്വൽ ഫണ്ടുകൾ, PPF, അതുപോലെ തന്നെ ഗോൾഡ് ETFകൾ തുടങ്ങിയ നിക്ഷേപ ഓപ്ഷനുകൾ ആളുകൾ കോമൺ ആയിട്ട് ചൂസ് ചെയ്യുന്നു. ഇവയ്ക്കെല്ലാം ഇവയുടേതായിട്ടുള്ള ടൈം പീരിയഡ്, ടെന്യൂർ, റിസ്ക് എലമെന്റ്, റിട്ടേൺ, അങ്ങനെ നിരവധി ഫാക്ടേഴ്സ് ഇൻക്ലൂഡഡ് ആണ്. ഇന്ന് ഈ വീഡിയോ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഏത് ഇൻവെസ്റ്റ്മെന്റ് ആണ് നിങ്ങളെ ഏറ്റവും വേഗത്തിൽ ഒരു കോടീശ്വരനാക്കാൻ പോകുന്നത് എന്നതിനെ കുറിച്ചാണ്. അത് SIP ആണോ, ഗോൾഡ് ആണോ, PPF ആണോ? ഈ കാര്യം നമുക്കൊരു സ്ട്രാറ്റജിക്കൽ അനാലിസിസോട് കൂടി മനസ്സിലാക്കാം. വളരെ കൃത്യമായിട്ട് നമുക്ക് അനലൈസ് ചെയ്യാം ഏത് ഇൻവെസ്റ്റ്മെന്റ് ഓപ്ഷൻ ആണ് നിങ്ങളെ ഏറ്റവും വേഗത്തിൽ കോടീശ്വരനാക്കാൻ പോകുന്നത് എന്ന്. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനും കാണാൻ ശ്രദ്ധിക്കുക. ബോസോല മലയാളത്തിന്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ അവിനാശ്. ആദ്യം നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് SIP ഇൻ ഇക്വിറ്റി മ്യൂച്വൽ ഫണ്ട്. ഇക്വിറ്റി മ്യൂച്വൽ ഫണ്ടുകളിൽ SIP, അതായത് സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെന്റ് പ്ലാനിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന സമയത്ത് എന്താണ് സംഭവിക്കുന്നത്, എങ്ങനെയാണ് നമുക്ക് റിട്ടേൺ വരുന്നത് എന്നതിനെ കുറിച്ചാണ്. SIP എന്ന് പറയുന്നത് വളരെ കോമൺ ആയിട്ട് ഇന്ന് ആളുകൾ ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ള വൺ ഓഫ് ദ മോസ്റ്റ് പോപ്പുലർ ഇൻവെസ്റ്റ്മെന്റ് ഓപ്ഷൻസ് ആണ് SIP എന്ന് നമുക്ക് നിസ്സംശയം പറയാം. കാരണം ആളുകൾ ഇന്ന് വളരെ മികച്ച റിട്ടേൺ വളരെ പെട്ടെന്ന് കിട്ടണം എന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടി ഇൻവെസ്റ്റ് ചെയ്യുന്നു. ഇക്വിറ്റി മ്യൂച്വൽ ഫണ്ട് വോളറ്റൈൽ ആണ്, അതായത് റിസ്ക് എലമെന്റ് ധാരാളമുള്ള ഒന്നാണ് ഇക്വിറ്റി മ്യൂച്വൽ ഫണ്ട് എന്ന് പറയുന്നത്. പക്ഷേ എന്നിട്ട് പോലും ഇതിനെ ഇത്രയും പോപ്പുലർ ആക്കാൻ ഒരു കാരണം എന്ന് പറയുന്നത് ഇതിന്റെ ഏറ്റവും മികച്ച റിട്ടേൺ തന്നെയാണ്. അതായത് ഹിസ്റ്റോറിക്കലി നമ്മൾ നോക്കുകയാണെങ്കിൽ ഇതിന്റെ മൊത്തത്തിലുള്ള ഒരു ചരിത്രം പരിശോധിക്കുകയാണെങ്കിൽ എപ്പോഴും 12 മുതൽ 14% വരെയുള്ള ഒരു റിട്ടേൺ നമുക്ക് എപ്പോഴും ഇക്വിറ്റി മ്യൂച്വൽ ഫണ്ടിൽ നിന്നും ലഭിച്ചിട്ടുള്ളതായിട്ട് നമുക്ക് ചരിത്രം നോക്കുന്ന സമയത്ത് മനസ്സിലാകും. ആവറേജ് 12% റിട്ടേൺ നമ്മൾ പ്രതിവർഷം കണക്കാക്കുന്നു എന്നിരിക്കട്ടെ. അങ്ങനെയാണെങ്കിൽ പ്രതിമാസം 10,000 രൂപ നിക്ഷേപിക്കുകയാണെങ്കിൽ 20-21 വർഷത്തിനുള്ളിൽ അത് 1 കോടി രൂപയുടെ ഒരു കോർപ്പസ് ആയി നമുക്ക് തിരികെ ലഭിക്കും. എന്നാൽ പലിശ നിരക്ക് ഒരു 14% നമ്മൾ കോമ്പൗണ്ടായി നോക്കുകയാണെങ്കിൽ ഈ ഒരു 20-21 വർഷം എന്നുള്ളത് 18-19 വർഷമായി കുറയാം. പിന്നെ റിട്ടേണിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ മ്യൂച്വൽ ഫണ്ട് എന്ന് പറയുന്നത് എപ്പോഴും റിസ്ക് ഇൻവോൾവ് ആയിട്ടുള്ള ഒരു ഇൻവെസ്റ്റ്മെന്റ് ഓപ്ഷൻ ആണ്. അതുകൊണ്ട് റിട്ടേണിനകത്ത് ഗ്യാരണ്ടി പറയുന്നത് അത്ര ഉറപ്പുള്ള ഒരു കാര്യമല്ല. കാരണം കാലങ്ങളായിട്ട് സ്റ്റോക്ക് മാർക്കറ്റ് എങ്ങനെയാണ് പെർഫോം ചെയ്തത്, നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത് തുടങ്ങി കഴിഞ്ഞാൽ വരും കാലങ്ങളിൽ എങ്ങനെയാണ് സ്റ്റോക്ക് മാർക്കറ്റ് പെർഫോം ചെയ്യുന്നത്, ഇതിനെല്ലാം ഡിപ്പെൻഡ് ചെയ്തിരിക്കും ഇതിന്റെ റിട്ടേൺ. പക്ഷേ എന്നിരുന്നാലും നമ്മൾ ഹിസ്റ്റോറിക്കലി നോക്കുകയാണെങ്കിൽ ഇക്വിറ്റി മ്യൂച്വൽ ഫണ്ട് നല്ല പെർഫോം തന്നെയാണ് ഇതുവരെ കാഴ്ചവെച്ചിട്ടുള്ളത്. അതായത് മികച്ച റിട്ടേൺ തന്നെ ഇക്വിറ്റി മ്യൂച്വൽ ഫണ്ടിൽ നിന്നും ഇതുവരെ ലഭിച്ചിട്ടുള്ളതായി നമുക്ക് കാണാൻ പറ്റും. അതുകൊണ്ട് തന്നെ ആളുകൾ ഇന്ന് കൂടുതലും SIP-ലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്നു. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ 14% ഒരു കോമ്പൗണ്ട് റിട്ടേൺ നമുക്ക് കിട്ടുകയാണെങ്കിൽ പ്രതിമാസം 10,000 രൂപ നിക്ഷേപിച്ചാൽ 18-19 വർഷത്തിനുള്ളിൽ 1 കോടി രൂപ നമുക്ക് കിട്ടും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇതിന്റെ ടാക്സ് പരമായ കാര്യങ്ങൾ സംസാരിക്കുകയാണെങ്കിൽ ലോങ് ടേം ക്യാപിറ്റൽ ഗെയിനിന് ടാക്സ് ഉണ്ട്. പക്ഷേ SIP മ്യൂച്വൽ ഫണ്ട് എന്ന് പറയുന്നത് സമ്പാദ്യം ഉണ്ടാക്കുന്ന സമയത്ത് മോസ്റ്റ് ടാക്സ് എഫിഷ്യന്റ് ആയിട്ടുള്ള ഒരു വേ ആണ്. ഇനി നമുക്ക് പബ്ലിക് പ്രോവിഡന്റ് ഫണ്ട് അല്ലെങ്കിൽ PPF-നെ കുറിച്ച് സംസാരിക്കാം. എങ്ങനെയാണ് പബ്ലിക് പ്രോവിഡന്റ് ഫണ്ടിലൂടെ 1 കോടി രൂപ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് എന്ന് നോക്കാം. അതിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് പരിശോധിക്കാം. ഗവൺമെന്റിന്റെ ബാക്കപ്പ് ഉള്ള, ഗവൺമെന്റ് സപ്പോർട്ട് ഉള്ള, വളരെ സേഫ് ആയിട്ടുള്ള, ഗ്യാരണ്ടീഡ് ആയിട്ടുള്ള ഒരു ഇൻവെസ്റ്റ്മെന്റ് ഓപ്ഷൻ ആണ് പബ്ലിക് പ്രോവിഡന്റ് ഫണ്ട്. നമ്മൾ മ്യൂച്വൽ ഫണ്ടിനെ പറ്റി പറഞ്ഞ പോലെ അല്ലെങ്കിൽ SIP-യെ പറ്റി പറഞ്ഞതുപോലെ നിങ്ങളുടെ പണത്തിന് യാതൊരു വിധത്തിലുള്ള റിസ്ക് ഇതിനകത്ത് ഇൻവോൾവ് അല്ല. അതായത് PPF-നകത്ത് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ നിങ്ങളുടെ പണം 100% സേഫ് ആയിരിക്കും. അതിനകത്ത് മാർക്കറ്റിന്റെ ഏറ്റക്കുറച്ചിലുകളോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ഇഷ്യൂകളോ ഒന്നും നിങ്ങളുടെ പബ്ലിക് പ്രോവിഡന്റ് ഫണ്ട് അക്കൗണ്ടിനെ ബാധിക്കുന്നില്ല. നിങ്ങൾ എമൗണ്ട് അതിനകത്ത് ഇൻവെസ്റ്റ് ചെയ്താൽ അത് കംപ്ലീറ്റ്ലി സേഫ് ആയിരിക്കും. റിട്ടേണും 100% ഗ്യാരണ്ടി ആയിരിക്കും. പക്ഷേ PPF-ലേക്ക് വരുന്ന സമയത്ത് പ്രതിവർഷം 7.1% PPF-ന്റെ പലിശ നിരക്കായി നമുക്ക് ലഭിക്കുന്നത്. 7.1%. ഇത് എല്ലാ ക്വാർട്ടറിലെയും എല്ലാ 3 മാസം കൂടുമ്പോഴും റിവൈസ് ചെയ്യപ്പെടും. പ്രതിമാസം 10,000 രൂപ വീതം PPF-ൽ നിക്ഷേപിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് 1 കോടി രൂപ ഉണ്ടാക്കിയെടുക്കാൻ ഏകദേശം 28 വർഷം നിങ്ങൾ നിക്ഷേപിക്കേണ്ടതായിട്ടുണ്ട്. PPF-ന്റെ ലോക്ക് ഇൻ പീരീഡ് എന്ന് പറയുന്നത് 15 വർഷമാണ്. പക്ഷേ 15 വർഷത്തിന് ശേഷം അത് എക്സ്റ്റെൻഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്ത് 28 വർഷം വരെ നിങ്ങൾ നിക്ഷേപിക്കുകയാണെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് 1 കോടി രൂപയുടെ കോർപ്പസ് ലഭിക്കൂ. പക്ഷേ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ റിസ്ക് ഇൻവോൾവ്മെന്റ് എന്ന് പറയുന്നത് വളരെ വളരെ കുറവാണ്. 1 കോടി രൂപ നിങ്ങൾക്ക് ലഭിക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. 100% ഗ്യാരണ്ടീഡ് ആണ്. പക്ഷേ 28 വർഷം നിങ്ങൾ നിക്ഷേപിക്കണം. കൂടാതെ ഇതിൽ നിന്ന് ലഭിക്കുന്ന റിട്ടേൺ എന്ന് പറയുന്നത് കംപ്ലീറ്റ്ലി ടാക്സ് ഫ്രീ ആണ്. സോ PPF-ന്റെ ഡ്രോബാക്ക് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. അതായത് റിട്ടേൺ ലഭിക്കുന്ന കാലയളവ് എന്ന് പറയുന്നത് വളരെ വളരെ കൂടുതലാണ്. 28ഓളം വർഷം നിക്ഷേപിക്കുന്ന സമയത്താണ് റിട്ടേൺ ലഭിക്കുന്നത്. പക്ഷേ ഞാൻ നിങ്ങളുടെ മുന്നിൽ ഒരു പോയിന്റ് കൊണ്ടുവരികയാണ്. ഒരു പുതിയ പ്രോഡക്റ്റ് ഞാൻ നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുകയാണ്. PPF-ന്റെ സേഫ്റ്റിയും ഇക്വിറ്റി മ്യൂച്വൽ ഫണ്ടിന്റെ റിട്ടേൺ വേഗതയും നിങ്ങൾക്ക് ലഭിക്കുന്ന ഒരു പ്രോഡക്റ്റ് നിങ്ങൾക്ക് ലഭിച്ചാലോ? അതെ, അവിടെയാണ് വിൻഡ് വെൽത്ത് നിങ്ങൾക്കായി വരുന്നത്. റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സിനെ ക്യൂറേറ്റഡ് കോർപ്പറേറ്റ്
കോർപ്പറേറ്റ് ബോണ്ട്സിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ സഹായിക്കുന്ന ഒരു സെബി രജിസ്റ്റേർഡ് ബ്രോക്കറാണ് വിൻവെൽത്ത്. വിൻവെൽത്തിൽ നിങ്ങൾക്ക് ഇൻവെസ്റ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്യാൻ വലിയ തുകയൊന്നും ആവശ്യമില്ല. വെറും 1000 രൂപ വെച്ച് നിങ്ങൾക്ക് വിൻവെൽത്തിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യാം. ഇത് സ്മോൾ റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സിന് ബോണ്ട്സ് ആക്സസിബിൾ ആക്കാൻ സഹായിക്കുന്നു. അതുകൂടാതെ ഇൻവെസ്റ്റേഴ്സിന് 9 മുതൽ 12% വരെ റിട്ടേൺ ഇതിൽ നിന്ന് ലഭിക്കുന്നു. PPF ആണെങ്കിലും ഫിക്സഡ് ഡെപ്പോസിറ്റ് ആണെങ്കിലും ഇത്രയും റിട്ടേൺ ഇതുവരെ തന്നതായിട്ട് നമുക്ക് അറിയില്ല. അതുകൊണ്ട് തന്നെ 9 മുതൽ 12% വരെയുള്ള ഒരു റിട്ടേൺ ഇതിൽ ഗ്യാരണ്ടീഡ് ആണ്. മാത്രമല്ല ഇക്വിറ്റിയേക്കാളും കുറച്ചുകൂടെ പ്രെഡിക്റ്റബിൾ ആണ് ഇതിന്റെ ഒരു റിട്ടേൺ എന്ന് പറയുന്നത്. ഇത് ഫിക്സഡ് ആയിട്ടുള്ള ഒരു റിട്ടേൺ പെർസെന്റേജ് ആണ്. അതുകൂടാതെ വിൻവെൽത്തിന്റെ ഒരു ട്രാക്ക് റെക്കോർഡ് പരിശോധിക്കുകയാണെങ്കിൽ പ്ലാറ്റ്ഫോമിൽ ലിസ്റ്റ് ചെയ്തിട്ടുള്ള ബോണ്ടുകൾക്ക് ഒരു ഡിഫോൾട്ടും ഇതുവരെ കണ്ടെത്തിയിട്ടില്ല. ഈ ഒരു കാര്യം ഫസ്റ്റ് ടൈം ഇൻവെസ്റ്റേഴ്സിന് ഏറ്റവും റിലയബിൾ ആയിട്ട് ഏറ്റവും വിശ്വസ്തയോടെ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലാറ്റ്ഫോം ആക്കി മാറ്റുന്നു വിൻവെൽത്തിനെ. വളരെ ഈസി ആയിട്ട് വളരെ യൂസർ ഫ്രണ്ട്ലി ആയിട്ട് ഏതൊരു സാധാരണക്കാരനും യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഇന്റർഫേസ് ആണ് വിൻവെൽത്ത് പ്ലാറ്റ്ഫോം. നിങ്ങൾക്ക് വിവിധ തരത്തിലുള്ള ബോണ്ടുകൾ ഇതിനകത്ത് പരിശോധിക്കാം. വളരെ എളുപ്പത്തിൽ അത് സെലക്ട് ചെയ്യാം, ഇൻവെസ്റ്റ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യാം. അതുപോലെ തന്നെ വിൻവെൽത്തിൽ ലിസ്റ്റ് ചെയ്തിട്ടുള്ള ബോണ്ടുകൾ ഈ ഒരു പ്ലാറ്റ്ഫോമിൽ തന്നെ വിൽക്കാനുള്ള ഓപ്ഷൻ ഇവിടെ ഉണ്ട്. ഏർലി എക്സിറ്റിനുള്ള ഒരു ഫ്ലെക്സിബിലിറ്റിയും ഇത് ഒരുക്കുന്നു. ഇതിനർത്ഥം എന്താണെന്ന് വെച്ചാൽ ഇൻവെസ്റ്റേഴ്സിന് ബോണ്ടുകൾ വിൻവെൽത്ത് പ്ലാറ്റ്ഫോമിൽ തന്നെ വിൽക്കാനുള്ള ഒരു ഓപ്ഷൻ അവൈലബിൾ ആണ്. സോ നിങ്ങൾ വിൻവെൽത്തിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ വിൻവെൽത്ത് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് ബോണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ ആരംഭിക്കാം. അതല്ലെങ്കിൽ അവൈലബിൾ ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെന്റ് ഓപ്ഷൻസ് ചെക്ക് ചെയ്യാൻ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഉള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്യാവുന്നതാണ്. ഇനി നമ്മൾ ഗോൾഡ് ETF ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന പ്രത്യേകതയെ കുറിച്ചാണ് സംസാരിക്കാൻ പോകുന്നത്. മികച്ച റിട്ടേൺ കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ വളരെ വേഗത്തിൽ തന്നെ 1 കോടി രൂപ കോർപ്പസ് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഓപ്ഷനാണ് ഗോൾഡ്. 2020 കണക്കനുസരിച്ച് മികച്ച പെർഫോമൻസ് കാഴ്ചവെച്ച ഗോൾഡ് ETFകൾ 10 വർഷത്തെ വാർഷിക വരുമാനം ഏകദേശം 13.46% നൽകിയിരിക്കുന്നത്. ഈ ഒരു റേറ്റ് പ്രകാരം പ്രതിമാസം 10,000 രൂപ നിങ്ങൾ നിക്ഷേപിക്കുന്ന സമയത്ത് ഏകദേശം 14 വർഷം കൊണ്ട് നിങ്ങൾക്ക് 1 കോടി രൂപയുടെ കോർപ്പസ് ഉണ്ടാക്കാൻ പറ്റും. പക്ഷേ ഇതിനകത്തുള്ള ഒരു എലമെന്റ് എന്ന് പറയുന്നത് ഗോൾഡിന്റെ പെർഫോമൻസ് എന്ന് പറയുന്നത് സൈക്ലിക്കൽ ആണ്. ചില സമയത്ത് അത് അണ്ടർ പെർഫോം ചെയ്യാനും സാധ്യതയുണ്ട്. ഈ ഒരു എലമെന്റ് ഇവിടെ ഇൻവോൾവ് ആണ്. സോ ഗോൾഡിന്റെ പെർഫോമൻസ് എന്ന് പറയുന്നത് അടുത്ത കാലത്തായിട്ട് വളരെ സ്ട്രോങ് ആയിട്ട് തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. പക്ഷേ ഹിസ്റ്റോറിക്കലി പരിശോധിക്കുകയാണെങ്കിൽ ഇക്വിറ്റിയുടെ അത്ര കൺസിസ്റ്റന്റ് അല്ല ഗോൾഡിന്റെ പെർഫോമൻസ്. ഗ്ലോബൽ കമ്മോഡിറ്റി സൈക്കിളിൽ കണക്കായിട്ട് ഇതിന്റെ റിട്ടേൺ ഫ്ലക്ച്വേറ്റിംഗ് ആണ്. സോ റിസ്ക് എലമെന്റ് ഇതിനകത്ത് എന്ന് പറയുന്നത് മോഡറേറ്റ് ആണ്. വലിയ റിസ്ക്കും ഇല്ല, റിസ്ക് തീരെ കുറഞ്ഞ ഒരു അവസ്ഥയുമല്ല. അതായത് ഗ്ലോബലി എങ്ങനെയാണോ ഇത് പെർഫോം ചെയ്യുന്നത് അതിന് കണക്കായിട്ടാണ് ഗോൾഡിൽ നിന്ന് നമുക്ക് റിട്ടേൺ ലഭിക്കുന്നത്. നോൺ ഇക്വിറ്റി മ്യൂച്വൽ ഫണ്ട്സ് പോലെ തന്നെ ഗോൾഡ് ETF ടാക്സബിൾ ആണ്. അതായത് 3 വർഷത്തിന് മുമ്പ് നിങ്ങൾ വിൽക്കുകയാണെങ്കിൽ ഇതിൽ നിന്ന് ലഭിക്കുന്ന റിട്ടേൺ എന്ന് പറയുന്നത് നിങ്ങളുടെ ഇൻകം ആയിട്ട് നിങ്ങളുടെ വരുമാനമായിട്ട് കണക്കാക്കപ്പെടുകയും അത് ടാക്സ് ലാബിലേക്ക് ആഡ് ചെയ്യപ്പെടുകയും ചെയ്യുന്നു. എന്നാൽ 3 വർഷത്തിന് ശേഷം ഇതിനകത്ത് ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻസ് ടാക്സ് ആപ്ലിക്കബിൾ ആണ്. സോ നമ്മൾ ഇതുവരെ പറഞ്ഞ ഗോൾഡിന്റെയും മ്യൂച്വൽ ഫണ്ടിന്റെയും അതുപോലെ തന്നെ PPFന്റെയും ഒരു കമ്പാരിസൺ നമ്മൾ ഒരു ടേബിളിന്റെ സഹായത്തോടു കൂടി അനലൈസ് ചെയ്യാൻ പോവുകയാണ്. SIP മ്യൂച്വൽ ഫണ്ട് എന്ന് പറയുന്നത് പ്രതിവർഷ റിട്ടേൺ 12% അത് 1 കോടി രൂപയാവാൻ എടുക്കുന്ന കാലയളവ് 20 മുതൽ 21 വർഷം വരെ. റിസ്ക് ലെവൽ വളരെ കൂടുതലാണ്. അതുകൂടാതെ ടാക്സ് എഫിഷ്യന്റുമാണ്. പബ്ലിക് പ്രൊവിഡന്റ് ഫണ്ട് അഥവാ PPFന്റെ ഒരു ആനുവലൈസ്ഡ് റിട്ടേൺ പ്രതിവർഷ റിട്ടേൺ 7.1%. പക്ഷേ 1 കോടി രൂപയിൽ എത്താൻ എടുക്കുന്നത് 28 വർഷമാണ്. പക്ഷേ റിസ്ക് എലമെന്റ് വളരെ കുറവാണ്. സെക്ഷൻ 80C പ്രകാരം ടാക്സ് ഫ്രീയുമാണ്. ഗോൾഡ് ETF വരുമ്പോൾ ആനുവലൈസ്ഡ് റിട്ടേൺ അതായത് പ്രതിവർഷ റിട്ടേൺ 13.46%. 1 കോടി രൂപ കോർപ്പസിലേക്ക് എത്തുന്ന കാലയളവ് 14 വർഷവും. റിസ്ക് വളരെ മോഡറേറ്റ് ആണ്. അതുപോലെ തന്നെ 3 വർഷത്തിന് ശേഷം ടാക്സബിൾ ആണ്. സോ എക്സ്പേർട്സിന്റെ ഒരു റെക്കമെൻഡേഷൻ അനുസരിച്ച് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന സമയത്ത് അത് ഗോൾഡ് ആണെങ്കിലും അത് ഗോൾഡ് ETF ആണെങ്കിലും മ്യൂച്വൽ ഫണ്ട് ആണെങ്കിലും PPF ആണെങ്കിലും 60% ഇൻ SIP ഫോർ ഗ്രോത്ത്. അതായത് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന സമയത്ത് SIPയിൽ 60% ഇൻവെസ്റ്റ് ചെയ്യുക. അത് ഗ്രോത്തിനായിട്ടാണ്, മികച്ച റിട്ടേൺ നമുക്ക് തരുന്നതിനായിട്ടാണ്. അതിനുശേഷം 20% ഇൻ PPF ഫോർ സേഫ്റ്റിക്കായിട്ട് നമുക്ക് സേഫ് ആയിട്ടുള്ള ഒരു ഗ്യാരണ്ടീഡ് റിട്ടേണിനായിട്ട് PPFൽ 20% നിക്ഷേപിക്കുക. ബാക്കി 20% ഗോൾഡിലും നിക്ഷേപിക്കുക. ഇത് ഇൻഫ്ലേഷനെയും മാർക്കറ്റ് വോളറ്റാലിറ്റിയെയും എതിർക്കുന്നതിനായിട്ടാണ്. ഇൻഫ്ലേഷൻ എന്ന് പറയുന്ന അതായത് പണപ്പെരുപ്പം എന്ന് പറയുന്ന കാര്യം ഇപ്പോൾ വളരെ കൂടുതൽ ഇവിടെയുണ്ട്. അതായത് ഇപ്പോൾ നിങ്ങൾക്ക് ഉണ്ടാകുന്ന 1 കോടി രൂപയുടെ മൂല്യമായിരിക്കില്ല 20 വർഷത്തിന് ശേഷം ഉണ്ടാകുന്ന 1 കോടി രൂപയ്ക്ക് ഉണ്ടാകുന്ന മൂല്യം. സോ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന സമയത്ത് പീരിയോഡിക്കലി എസ്പെഷ്യലി SIPയിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യുന്ന സമയത്ത് പീരിയോഡിക്കലി നമ്മൾ ഇൻവെസ്റ്റ്മെന്റ് തുക കൂട്ടാൻ വേണ്ടി ശ്രമിക്കുക. നമ്മൾ ഇൻഫ്ലേഷനെതിരെ അല്ലെങ്കിൽ ഇൻഫ്ലേഷനെ നമ്മൾ ബീറ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ ഇത്തരത്തിലുള്ള ചില സ്ട്രാറ്റജികൾ പ്രയോഗിച്ചേ മതിയാവും. സോ നമ്മൾ 1 കോടി രൂപയുടെ ഒരു കോർപ്പസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നതിന്റെ പ്രത്യേകതകൾ അല്ലെങ്കിൽ എങ്ങനെയാണ് ഇൻവെസ്റ്റ് ചെയ്യേണ്ടത് അതിന്റെ സ്ട്രാറ്റജിയെ കുറിച്ചാണ് വളരെ കൃത്യമായിട്ട് ഡിസ്കസ് ചെയ്തത്. നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കളോ ബന്ധുക്കളോ ഇൻവെസ്റ്റ് ചെയ്യാൻ തുടങ്ങുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഓൾറെഡി ഇൻവെസ്റ്റ് ചെയ്തു പക്ഷേ കുറച്ചുകൂടെ സ്മാർട്ടായിട്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും ഈ വീഡിയോ അവരിലേക്ക് എത്തിക്കുക. ബോസ്വാല മലയാളത്തിന്റെ ഈ ഒരു വീഡിയോ കണ്ടതിന് ഇവർക്ക് നന്ദി. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ. Bosswala. Be the boss.